നമസ്കാരം. UAE അലൈനിലാണുള്ളത് കേട്ടോ. അങ്ങനെ ദുബായും അബുദാബിയൊക്കെ കണ്ടിപ്പോൾ അലൈനിലാണുള്ളത്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അലൈനിൽ നിന്ന് ദുബായ് വരെയുള്ള ഒരു യാത്രയാണ്. ഏകദേശം ഒരു കൊല്ലത്തിനടുത്തായി വീഡിയോസൊക്കെ വന്നിട്ടെന്നറിയാം. ഇവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ഒന്നും വീഡിയോസ് എടുക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അലൈനിൽ നിന്ന് ദുബായ് വരെയുള്ളൊരു ബസ് യാത്രയാണ്. അപ്പോൾ ആ ഒരു ബസ് യാത്രേൻ്റെ കാഴ്ചയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അലൈനിലാണ്. അലൈൻ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 1-2 ആഴ്ച ആവുന്നേ ഉള്ളൂ. ഇവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ അലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദുബായ് അബുദാബിയൊക്കെ പോലെ വലിയ വലിയ സ്കൈലൈനൊക്കെ ഉള്ളൊരു സിറ്റി ഒന്നല്ല. ഒരു നോർമൽ സാധാരണ ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു മലയോര സിറ്റിയും കൂടിയാണ് കേട്ടോ. അപ്പം ഇവിടെ നല്ല തണുപ്പും അതുപോലെ തന്നെ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അലൈനിൽ നിന്ന് ദുബായ് വരെയുള്ള കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ടാക്സിക്കാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങനെ അധികം ബസ് സർവീസ് ഒന്നുമില്ല. ഞാനിപ്പം താമസിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഓരോ മണിക്കൂർ ഗ്യാപ്പിലാണ് ബസ്സുകളുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ടൈമിംഗ് ഒന്നും അറിയില്ല. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ്സിൻ്റെ ഒരു യാത്ര ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിലും അത്യാവശ്യം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അവിടെ ലുലു ഒക്കെ ഉണ്ട്. അതേപോലെ അത്യാവശ്യം റെസ്റ്റോറൻറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ യാത്രയുണ്ട് കേട്ടോ നമ്മുടെ അലൈൻ ബസ് സ്റ്റേഷനിലേക്ക്. ഇവിടെ കാണുന്ന ഈ 919 എന്നുള്ള ബസ്സാണ് നമ്മൾ അലൈൻ ബസ് സ്റ്റേഷനിലേക്ക് പോകുക. ഇതൊരു 1 അവർ ഗ്യാപ്പിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ടൈമിംഗ് ഒന്നും അറിയില്ല. പോരാത്തിന് ഇതൊരു ചെറിയൊരു റോഡും കൂടിയാണ്. ഇവിടുന്ന് ഒരു 2.5-3 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മെയിൻ റോഡിലേക്ക്. ഞാനിപ്പോൾ ഇവിടെ അലൈനിൽ വന്നിട്ട് ഏകദേശം 2 ആവാറായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ദുബായിലും അബുദാബിയിലുള്ള ആൾക്കാർക്കൊക്കെ അലൈൻ അത്ര പെട്ടെന്ന് ഒരു സെറ്റാവുന്നൊരു സ്ഥലമല്ല. കാരണം അവിടെ ഉള്ള രീതിയല്ല ഇവിടെ. കാരണം ഇപ്പോൾ ഈ ദുബായിലും അബുദാബിയിലൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളുണ്ടല്ലോ. ഈ അലൈനിൽ അതൊന്നും കാണില്ല. നമ്മുടെ സാധാരണ രീതിയിലുള്ളൊരു പട്ടണമാണ് ഈ അലൈൻ എന്ന് പറയുന്നത്. അബുദാബീൻ്റെ ഒരു ഭാഗമാണിത്. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ വലിയ കണ്ടെയ്നർ ലോറികളാണ് ഈ ഒരു റൂട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ കാണുന്നില്ലേ, അതേപോലെ തന്നെ സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ അധികം ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് മെല്ലെ പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ ഓരോ റോഡിനും നിശ്ചിതമായിട്ടുള്ള സ്പീഡ് ഇവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പോയാൽ പണി കിട്ടും. വേണ്ട, ഇവിടെ പണിയൊക്കെ നടക്കുന്ന കാരണം ബാരിക്കേഡ് വെച്ചതുകൊണ്ട് വലിയ ലോറിയൊക്കെ പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അവിടെ ബാരിക്കേഡിലൊക്കെ തട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കഫറ്റീരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റും അഫ്ഗാനും അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും.
അങ്ങനെ നമ്മളിതാ മെയിൻ റോഡിലെത്തിയിട്ടാ. കണ്ടോ ഇവിടുന്ന് കാണുന്ന കാഴ്ച കണ്ടോ, എന്താ മലനിരകൾ നോക്കിയട്ടെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ അലൈൻ എന്ന് പറയുന്നത് ഒരു മലയോര പട്ടണമാണ്. ഇവിടുത്തെ ഈ റൗണ്ട് അബൌട്ടിൻ്റെ അടുത്ത് ജാമായി. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ബക്രീദ് അല്ലേ, അപ്പം അതിൻ്റേതായ തിരക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റോഡ് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മൂന്നും 6 വരി പാതയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല റോഡുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു മാളുണ്ട് കേട്ടോ, അൽബൗദി മാൾ. അത്യാവശ്യം നല്ലൊരു മാളാണ്. അലൈനിലെത്തിയ അത്യാവശ്യം വലിയൊരു മാളും കൂടിയാണ് കേട്ടോ അൽബൗദി മാൾ. നേരെ മുമ്പിൽ കാണുന്നുണ്ട്. അതേപോലെ നമ്മളെ നാടും അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ട്രാഫിക് ജാമിൽ കുടുങ്ങിയാൽ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഹോണടിച്ച് വെറുപ്പിക്കും. ഇവിടെ ആ വക പരിപാടിയൊന്നുമില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിലാണ് ഓരോ വണ്ടികൾ നിർത്തിയിട്ടുള്ളത്. പിന്നെ ഈ ഇടയിൽ കയറുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നമ്മളെ നാട്ടിലാണെങ്കിൽ ട്രാഫിക് ആയി കഴിഞ്ഞാൽ ഹോണടിച്ച് വെറുപ്പിക്കും. ഇവിടെ ആ വക ഒന്നുമില്ല. ബൗദി മാൾ അലൈനിലെ അത്യാവശ്യം വലിയൊരു മാളാണ് ഇത്. ഇവിടെ ഞാനിതുവരെ വന്നിട്ടില്ല, എന്തായാലും ഒരു ദിവസം വരണം. അതേപോലെ ഈ സിഗ്നലിൻ്റെ അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് പോയാലാണ് അലൈൻ സെൻട്രൽ മാർക്കറ്റൊക്കെ വരുന്നത് കേട്ടോ. ഈ ഇവിടെ ഒരു സിഗ്നലുണ്ട്. ഈ സിഗ്നലിൽ നിന്ന് നേരെ റൈറ്റ് പോയാലാണ് അലൈൻ സെൻട്രൽ മാർക്കറ്റൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് ഒരു ദിവസം വന്ന് എക്സ്പ്ലോർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പരിമിതികളുണ്ട്, അതാണ് വീഡിയോസൊന്നും വരാത്തത് കേട്ടോ. അല്ലാതെ മടി പിടിച്ചിട്ടൊന്നല്ല. നമുക്കിവിടുന്ന് നേരെ തന്നെയാണ് പോകേണ്ടത്. ഇപ്പോൾ 10:40 11 മണീൻ്റെ ബസ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടോ, ഈ ഒരു റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് അലൈൻ സെൻട്രൽ മാർക്കറ്റിലേക്ക് പോകേണ്ടത് നമുക്ക്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷൻ്റെ മുമ്പിലെത്തി കേട്ടോ. ഇതാ കാണുന്നതാണ് അലൈൻ ബസ് സ്റ്റേഷൻ. എന്തായാലും ഒരു 10 മിനിറ്റും കൂടിയിട്ട് കേട്ടോ. 10:50 എന്തായാലും നമുക്ക് 11 മണീൻ്റെ ബസ് കിട്ടും. വളരെ ചെറിയൊരു ബസ് സ്റ്റേഷനാണ് ഇത്. ഇവിടുന്ന് നമുക്ക് ഷാർജയിലേക്കും അതേപോലെ തന്നെ ദുബായിലേക്കും ബസ്സൊക്കെ കിട്ടും. അതേപോലെ നമ്മളെ അബുദാബി എയർപോർട്ടില്ലേ, അങ്ങോട്ടേക്കുള്ള ഷട്ടിൽ സർവീസൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മളെ ക്യാപിറ്റൽ എക്സ്പ്രസിൻ്റെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സിറ്റിയാണ്. അതുപോലെ തന്നെ ഈന്തപ്പന മരങ്ങൾ, ഈന്തപ്പഴമൊക്കെ അതങ്ങനെ പറിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അലൈൻ ബസ് സ്റ്റേഷൻ. എന്തായാലും ഇനി സ്റ്റേഷൻ്റെ അകത്ത് കയറി ബസ്സിൽ കയറിയിട്ട് കാണാം കേട്ടോ.
അവിടെ ഷാർജൻ്റെ ബസ്സുണ്ട്, തൊട്ടപ്പുറത്തതാ ദുബായിൻ്റെ ബസ്സുണ്ട്. അതുപോലെ ആദ്യം കാണുന്നത് ക്യാപിറ്റൽ എക്സ്പ്രസ് ആണ്, പച്ച വണ്ടി. അത് നമ്മളെ അബുദാബി എയർപോർട്ടിലേക്കുള്ള ഷട്ടിൽ സർവീസ് ബസ്സാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ ബസ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് വിടാനൊരു 10 മിനിറ്റും കൂടി ഉണ്ട്. ഇപ്പം 11:05 11:15 ഇവിടുന്ന് ബസ് പുറപ്പെടുന്നത്. ഇപ്പം എന്തായാലും ബസ് പുറപ്പെടട്ടെ. അപ്പോൾ അത് അവിടെ കാണുന്നതാണ് ക്യാപിറ്റൽ എക്സ്പ്രസ്, അതായത് നമ്മൾ അബുദാബി എയർപോർട്ടിലേക്കുള്ള ഷട്ടിൽ സർവീസ് ബസ് കേട്ടോ. ഇതാണ് ബസ്സിൻ്റെ അകത്തുള്ള കാഴ്ച വരുന്നത്. 2x2 സീറ്റാണ്, പുഷ് ബാക്ക് സീറ്റാണ്. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഇവിടെ 2 റീഡിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, മഞ്ഞ കളറിലുള്ള ചോപ്പ്, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ പിടിച്ചേക്കിയാൽ മതി. അപ്പോൾ ഡ്രൈവർക്ക് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും ആളിറങ്ങാണ്ട് എന്നുള്ളത്. അപ്പോൾ അതാ നമ്മൾ തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്നതാണ് ഷാർജ അതോറിറ്റീൻ്റെ ബസ് കേട്ടോ. നമ്മൾ ദുബായ് ബസ്സിനൊക്കെ നോൾ കാർഡാണ്, പക്ഷെ ഷാർജ ബസ്സിനൊക്കെ ക്യാഷാണ് കേട്ടോ. എന്താ റിവേഴ്സ് എടുത്ത് പോകാനുള്ള ട്രാക്കിലേക്ക് പ്രോപ്പറായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബസ് ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. ഇനിയൊരു 10 മിനിറ്റും കൂടി ഉണ്ട് ബസ് പുറപ്പെടാൻ. ഇനിയിപ്പം ബസ് പുറപ്പെടട്ടെ, എന്നിട്ട് കാണാം. ഇവിടെയുള്ള ഈ വിൻഡോ ക്ലിയർ അല്ല, ആരോ കിടന്നുറങ്ങിയിട്ട് തലയുള്ള എണ്ണയൊക്കെ ഇതിലായിട്ടുണ്ട്. അതേപോലെ തന്നെ അലൈനിന്ന് ദുബായിലേക്ക് ഒറ്റ സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ബസ് പോകുന്നത്. അപ്പോൾ അലൈനിന്ന് അൽ ഗുബൈബ വരെയാണ് ഈ ഒരു ബസ് സർവീസ് നടന്നത് കേട്ടോ, അതായത് ബർദുബായ് വരെ. ഈ ബസ്സിൻ്റെ നമ്പർ വരുന്നത് E201. അതുപോലെ ഇപ്പോൾ അബുദാബിയിൽ നിന്നാണെങ്കിൽ അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്ന് ഇബൻ ബത്തൂത്തയിലേക്കുണ്ട്, അതേപോലെ തന്നെ അൽ ഗുബൈബയിലേക്കുണ്ട്. അതേപോലെ അബുദാബിയിലെ മുസഫയിൽ നിന്ന് നമ്മുടെ മാക്സിലുള്ള അൽ ജഫീലിയ ബസ് സ്റ്റേഷനിലേക്കും ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അബുദാബിയിൽ നിന്ന് 3 സർവീസാണുള്ളത്. അതേപോലെ തന്നെ അലയിൽ നിന്നാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഉള്ളൂ, അൽ ഗുബൈബ എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ ഒരു ബസ് പോകുന്നത്. E201 നമ്മളെ ബസ്സിൻ്റെ നമ്പർ. ഏകദേശം ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂർ എന്തായാലും വേണ്ടി വരും നമുക്ക് അലയിൽ നിന്ന് ദുബായിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് 11:15 പുറപ്പെടുക. ഇപ്പോൾ പുറപ്പെട്ടിട്ട് എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തും നോക്കാം കേട്ടോ. അപ്പോൾ ഷാർപ്പ് ടൈമിൽ തന്നെ നമ്മൾ ദുബായിലേക്കുള്ള ബസ് അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഈ ഒരു വിൻഡോ അത്ര ക്ലിയർ ഇല്ല, നേരത്തെ വന്ന ആരോ കിടന്നിട്ട് തലയിലുള്ള എണ്ണയൊക്കെ അതിലായിട്ടുണ്ട്. അവിടെ മറ്റൊരു ഷാർജൻ്റെ ബസ് കൂടി കാണാം കേട്ടോ. ഈ ബസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു മോസ്ക് ഉണ്ട്. ഈ അലയിൽ ഒരു ചെറിയൊരു സിറ്റി ചെയ്ത് കാരണം അത്ര ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ദുബായിലും അബുദാബിയിലൊക്കെ ഉള്ള പോലെ അത്ര ട്രാഫിക് ഉണ്ടാവില്ല. ദുബായിലെ ട്രാഫിക്കിനെ പറ്റി പറയണ്ടല്ലോ, പെട്ടാ തീർന്ന്. പിന്നെ ഇപ്പം ഈ കാണുന്ന ട്രാഫിക് പെരുന്നാളൊക്കെ ആയതുകൊണ്ടുള്ളതാണ്.
أو مدينة. Next stop is Al Madina Petrol Station. മുമ്പിൽ നല്ല ട്രാഫിക്കാന്ന് തോന്നുന്നുണ്ട്, അനങ്ങുന്നില്ല വണ്ടി. നല്ലൊരു മോസ്കാണ് നമ്മൾ മുമ്പിൽ കണ്ടത് അല്ലേ? നമ്മൾ ദുബായിലേക്കുള്ള റോഡിലേക്ക് കയറി. നമ്മൾ കയറിയ പാട് നല്ലൊരു മോസ്ക് കണ്ടു കേട്ടോ. കണ്ടില്ല എന്ത് ഭംഗിയാ നോക്കിയത് കാണാനായിട്ട്. ഇതുപോലത്തെ ഒരുപാട് മോസ്കുകൾ കാണാൻ പറ്റും കേട്ടോ, നല്ല ഭംഗിയുള്ളത്.
കുറഞ്ഞു വന്നു തുടങ്ങി. ഇനി ഫുള്ളും മരുഭൂമിയാണ്. കണ്ടോ, അങ്ങോളം മരുഭൂമിയാണ്. പച്ചപ്പൊക്കെ കുറഞ്ഞു. ഇനി മരുഭൂമിയിൽ കൂടിയൊരു യാത്ര. അതുപോലെ ഇവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. A journey through desert. ഇടയിലും ചെറിയ ചെറിയ പച്ചപ്പുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഒരുപാട് മജ്ലിസ് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അലൈനിന്ന് ദുബായിലേക്ക് ബസ്സിൽ പോവാണെങ്കിൽ ബസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കേണ്ടത് കേട്ടോ. അതായത് നമ്മളെ ഡ്രൈവർ സൈഡ് ആ ഭാഗത്താണ് ഇരിക്കേണ്ടത്. എന്നാലും നമുക്ക് ഇതുപോലത്തെ മരുഭൂമിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പോവാം. കുറച്ചേ കണ്ടിട്ടുള്ളൂ മരുഭൂമിൻ്റെ ഭാഗം, ഇനിയും വരുന്നുണ്ട്. ഇവിടെ കാറിൻ്റെ ഒക്കെ സ്പീഡ് എന്ന് പറയുന്നത് 140 കേട്ടോ. ഇതിൽ കാറിൻ്റെ ഒക്കെ വേഗത മാത്രമേ ഇതിൽ റോഡ് അനുസരിച്ചിട്ട് മാറുള്ളൂ. ബാക്കി വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ കോഷർ, അതുപോലെ തന്നെ ബസ്, ലോറി, അതിനൊക്കെ
ഫിക്സഡ് സ്പീഡാണ് 80. അപ്പോൾ ഇപ്പോൾ വന്ന വണ്ടിക്കൊക്കെ 80 പറ്റുള്ളൂ. കാറിനൊക്കെ ഓരോ റോഡനുസരിച്ച് സ്പീഡ് മാറും. നടുക്ക് ഈന്തപ്പന മരങ്ങൾ. അയ്യവ ഇതുണ്ട്, ആടുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട ചെറിയൊരു പിക്കപ്പിൽ.
സ്കൈ ലൈനൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. നമ്മളെ ക്രോസ് ചെയ്ത് പോയത് അലൈനിലേക്കുള്ള ബസ്സാണ്. അൽഖുബൈ പെരുന്ന അലൈനിലേക്കുള്ളത്. എത്ര സ്കൈ ലൈനാ നോക്കി.
الوصل نادي وصل. Next stop is Al Wasl Club. അൽജഫിലിയ ബസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാക്സ്. അൽഗുബൈബ് എത്തുന്നതിന് മുമ്പുള്ള സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പാണിത്. അതവിടെ കാണുന്നതാണ് മാക്സ് മെട്രോ സ്റ്റേഷൻ. അവിടെയായിട്ട് നമുക്കൊരു ക്രൂയിസ് നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ പെട്ടെന്നാണ് കണ്ടത്, അപ്പോഴത്തേക്കും പാലം വന്ന്. അതുകൊണ്ട് അവിടെയായിട്ടൊരു ക്രൂയിസ് നമുക്ക് നിൽക്കുന്നത് കാണാം. ആ കാണുന്ന ക്രൂയിസ് ക്യൂൻ ഓഫ് എലിസബത്ത് 2 ആണ് കേട്ടോ. എന്താ അല്ലേ, അങ്ങനെ നമ്മളിതാ അൽഗുബൈബയിലേക്ക് എത്തിയിട്ടാ. വീണ്ടും സിഗ്നലിൽ നിന്നു. ഇതൊക്കെ മെയിൻ സിറ്റി അല്ല, അപ്പം അത് കാരണം ഓരോ 100 മീറ്ററിലും സിഗ്നൽ ഉണ്ടാവും.
അത്യാവശ്യം വലിയൊരു മാളാണ് കേട്ടോ, സിറ്റി സെൻറ്റർ. അങ്ങനത്തെ അൽഗുബൈബ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാ. അലൈനിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു യാത്ര ഇവിടെ ദുബായിലെ അൽഗുബൈബ ബസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ 11:15 നമ്മൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടത്. ഇപ്പോൾ കറക്റ്റ് 1:15. 2 മണിക്കൂർ കൊണ്ടാണ് നമ്മളൊരു 150ഓളം കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.